2 ദിവസമായി എടപ്പാൾ അയലക്കാട് നടന്ന CPIM എടപ്പാൾ ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് 2ാം ദിനമായ ബുധനാഴ്ച P. വിജയൻ, M. മുസ്തഫ, P. മുരളി കാലടി, മിസ്രിയ സൈഫുദ്ദീൻ, P. ബിജോയ്, K. ഷഹീർ എന്നിവർ പ്രമേയങ്ങളും A. സിദ്ദിഖ് ക്രെഡീഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി T. സത്യൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് എന്നിവർ മറുപടി പറഞ്ഞു. K. പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. സമ്മേളനം പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. 17 അംഗ ഏരിയ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. T. സത്യനെ എടപ്പാൾ ഏരിയ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. C. രാമകൃഷ്ണൻ, M. B. ഫൈസൽ, P. വിജയൻ, E. രാജഗോപാൽ, V. കുഞ്ഞു മുഹമ്മദ്, M. മുസ്തഫ, S. സുജിത്, P. മോഹൻദാസ്, K. പ്രഭാകരൻ, ആരിഫ നാസർ, A. സിദ്ദിഖ്, E. മോഹനൻ, N. ഉണ്ണി, R. ഗായത്രി, K. വിജയൻ, T. സൂരജ് എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടുവട്ടം സെന്ററിൽ നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. എടപ്പാൾ പൊന്നാനി റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി P. A. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T. സത്യൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ MLA, K. T. ജലീൽ MLA, ജില്ലാ കമ്മിറ്റി അംഗം P. ജ്യോതിബാസ് എന്നിവർ സംസാരിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P. മോഹൻദാസ് സ്വാഗതവും പറഞ്ഞു. Attention! Squad! Front salute! Salute! Down! സമ്മേളനം ചർച്ച ചെയ്യുകയും പാർട്ടിയുടെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നമ്മുടെ കൂടാതെ പാർട്ടിയുടെ ജില്ലാ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ MLA K. T. ജലീൽ, കൂടാതെ പുതുതായി പാർട്ടി ബന്ധുക്കൾ, അനുഭാവികൾ, മറ്റ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി രാഹുൽ. ഈ സമ്മേളനത്തിനകത്ത് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേരത്തെ തന്നെ എത്തിയതാണ്. അവർക്കിവിടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അടിയന്തരമായി തിരിച്ചു പോകും. ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, നയവും തീരുമാനങ്ങളും ഒരു 10-40% നമ്മുടെ സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞു. ഇത്തവണത്തെ ഏരിയ സമ്മേളനം നടക്കുമ്പോഴുള്ളൊരു പ്രത്യേകത, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ്. ബഹുമുഖ പ്രത്യേകതകളുള്ള നരേന്ദ്രമോദി നയിക്കുന്ന BJP ഗവൺമെൻറ് 2014-ലും 2019-ലും ലഭ്യമായത്ര കേവല ഭൂരിപക്ഷം പാർലമെന്റിൽ സീറ്റുകൾ ലഭിക്കാതെയാണ് ഇത്തവണ അധികാരത്തിൽ വന്നത്. കേരളത്തിലാണെങ്കിലുള്ളൊരു പ്രത്യേകത, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി 8.5 വർഷം പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തവണത്തെ പാർട്ടി